ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൂബിക്ക സീസണിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ ഷോർട്സ് ഒക്കെ ആയിട്ട് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കിട്ടിയ ലൂബിക്ക കുറച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് ഉപ്പിലിട്ട് വെച്ചു. ഉപ്പിലിട്ടിട്ട് ഉപ്പും ലൂബിക്കയും പിന്നെ കുറച്ച് പച്ചമുളക്, കാന്താരി മുളക്, വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ. ഉണ്ടമുളകുണ്ട്, കാന്താരി മുളകുണ്ട്. അതൊക്കെ കൂടിയിട്ട് ഉപ്പിലിട്ട് അത് ഒരു ഭാഗം ഭരണി നമ്മൾ കെട്ടി വെച്ചു. അടുത്ത സെക്ഷൻ നമുക്ക് കിട്ടിയത് കുറേ ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ ലൂബിക്ക മരമൊന്നുമില്ല കേട്ടോ. ലൂബിക്ക, റൂബിക്ക, ലവ്ലോലിക്ക കുറേ പേരുണ്ട് കേട്ടോ ഇതിന്. ഞങ്ങളിവിടെ യൂഷ്വലി പറയാം ലൂബിക്ക എന്നാണ്, തൃശ്ശൂർ സൈഡിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പേര് പറയണേന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷൻ ലൂബിക്കയാണ്. അത് ഞങ്ങളുടെ വീട്ടിലില്ലെങ്കിലും നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ ലൂബിക്ക മരങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇത് വലിയ ആവശ്യമില്ല. മെയിൻ റീസൺ അവിടെ നിന്ന് വീടുകളിൽ ആരും ഇല്ല. ഒന്നെങ്കിൽ അപ്പനമ്മയും മാത്രം, അല്ലെങ്കിൽ അപ്പൻ മാത്രം, അമ്മ മാത്രം, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. പല വീടുകളും പറഞ്ഞ പോലെ ആളുകൾ കുറവാണ്. അപ്പോൾ അവർക്കൊന്നും അധികം അത് ആവശ്യമില്ല. അപ്പോൾ അവർ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടക്കോളം പറയുമ്പോൾ നമ്മൾ പോയിട്ട് പൊട്ടിച്ചുകൊണ്ട് വരണതാണ്. അപ്പോൾ നമുക്ക് കുറേ കിട്ടും. അപ്പോൾ ഞങ്ങളിത് 2-3 ദിവസമായിട്ടാണ് പോയിട്ട് പറക്കി കൊണ്ടുവന്നത്. എന്നിട്ട് ആദ്യത്തെ ദിവസത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ. രണ്ടാമത്തെ ദിവസം കൊണ്ടുവരാൻ 2-3 ദിവസം കൊണ്ടാണ് ഇത്രയും ലൂബിക്ക് കിട്ടിയിട്ടാണ്. വൈനിടാനുള്ള പ്ലാനിൽ തന്നെയാണ് ഇത്രയും നമ്മൾ സംഘടിപ്പിച്ചത്. ഉപ്പിലിടപ്പം ഇത്ര വേണ്ടല്ലോ. അപ്പോൾ വൈനിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലൂബിക്ക കൊണ്ടുവന്ന് 2-3 ദിവസം എത്തിയതാണല്ലോ. അതൊക്കെ കഴുകി നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 2 പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനാണ് വയ്ക്കണം, വൈൻ ഉണ്ടാക്കാനായിട്ട്. വൈൻ 7 ദിവസത്തെ വൈനാണ്, 7 ദിവസം കൊണ്ട് ആവണ വൈനാണ് ചെയ്യണത് കേട്ടോ. അതുകൊണ്ടാണ് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. അല്ല 41 ദിവസം അങ്ങനത്തെയൊക്കെ കണക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ അതിന് വേവിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ വേവിക്കാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസ്റ്റമാണ്, അല്ല വേവിച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസ്റ്റം ചെയ്യണം. കാരണം നമുക്ക് ധൃതി കുറച്ച് കൂടുതലാണ്, വേഗം കൊണ്ട് ആയിട്ട് അങ്ങോട്ട് കുടിക്കാനായിട്ട്. ലൂബിക്ക വൈൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അല്ല മറ്റുള്ള വൈനും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ലൂബിക്ക വൈൻ ആദ്യം എന്ന് പറഞ്ഞാൽ വേറെ വൈൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. 4 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലോണം തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം കുപ്പികളിലേക്ക് മാറ്റാൻ. ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ സാധാരണ ചീനഭരണി എന്ന് പറയുന്ന ഭരണി ഉണ്ടല്ലോ, നമ്മുടെ നോർമലി വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഭരണി. അതിന് പല മോഡലുകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില്ല് കുപ്പികൾ, വലിയ ചില്ലിൻ്റെ ജാറുകൾ, അല്ലെങ്കിൽ ഈ പുള്ളിയുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും ഉപയോഗിക്കാൻ നല്ലതല്ല. ഒരു ഹെൽത്തിന് അത്ര നല്ല സാധനമല്ല. റിയാക്ഷൻ നടക്കുന്നതാണ് പറയണത്. ചില്ലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഹാൻഡിൽ വിത്ത് വെരി വെരി കെയറാണ്. അല്ലെങ്കിൽ നമ്മുടെ വൈനും പോവും, ലൂബിക്കും പോവും, കുപ്പിയും പോയി കിട്ടും. കുപ്പി ചെറിയ വിലയുടെ കുപ്പിയൊന്നും നല്ലത്, നല്ല വലിയ കുപ്പിയാണ്. മിഠായി ഭരണികളാണ്, വലിയ മിഠായി ഭരണികൾ. അതൊക്കെ തോന്നുന്നു 600-ന് മുകളിൽ റേറ്റ് ആയിട്ടുള്ള കുപ്പികളാണ് കേട്ടോ. അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം എത്ര ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. വലിയ കുപ്പികളാണ്. ML കണക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എത്ര ML വാങ്ങിയെന്ന്, പക്ഷെ വലിയ ജാറുകളാണ്. അപ്പോൾ ഞങ്ങളിത് വേവിച്ച ലൂബിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉടക്കിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചിലത് അങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ഉടച്ച് നാശാക്കൊന്നും ചെയ്തിട്ടില്ല. വെന്ത പാടാലെ ചൂടാറി കഴിയുമ്പോൾ കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. പഞ്ചസാരയും കറുവപ്പട്ടയും മാത്രം ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഒന്നാമത് ആഡ് ചെയ്യണമെന്ന് ഓർത്തുമില്ല, നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത പരീക്ഷണങ്ങളാണല്ലോ മൊത്തം. അപ്പോൾ ഇതെല്ലാം 3 വലിയ ജാറായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് എല്ലാം അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നന്നായി ഇളക്കി എല്ലാ ഭാഗവും മിക്സ് ചെയ്ത്. ഓൾറെഡി പഞ്ചസാര ചൂടായതുകൊണ്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആയിട്ടുണ്ട്. അല്ല നമ്മുടെ ഭാഗം ഒന്നും കൂടി ഒന്ന് കറക്കണമല്ലോ, കറക്കി ഇളക്കി അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഇത് 7 ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടിച്ചു, തുറന്നു. നല്ല നമ്മൾ പറയാം അഭൗമമായ സ്മെല്ലെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇല്ലല്ലോ മലയാളം പറയില്ല, അങ്ങനത്തെ സ്മെല്ലൊക്കെ ആയിരുന്നു. ഭയങ്കര ഇതുണ്ടായിരുന്നു. അത് നമ്മളിതിലത്തെ ലൂബിക്കൊക്കെ അരിച്ച് കളഞ്ഞ് വെള്ളം മാത്രം എടുത്തിട്ട് പിന്നെ ചെറിയ ചില്ലുവിൻ്റെ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. നമുക്ക് വിത്തിൻ 2 ഡേയ്സ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തന്നെയല്ല, നമ്മളുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത്, അതായത് വെറുതെ ഒരു ടേസ്റ്റ് നോക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് അത് ഉണ്ടായിരുന്നില്ല, ഇത്രയല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് നോക്കാൻ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത വർഷം, അത് ഈ വർഷം ലൂബിക്ക സീസൺ ആകുമ്പോൾ ഫസ്റ്റ് ഡേ പ്ലാൻ ചെയ്തിട്ട് വൈൻ കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചിന്നൂസ് ഡയറീസ്, ആദ്യം ഇതിൻ്റെ പേര് സിനീസ് ഡാനി വ്ളോഗ്സ് എന്നായിരുന്നു, ഞാൻ പിന്നെ പേരൊന്ന് മാറ്റിയതാണ് കേട്ടോ, ചിന്നൂസ് ഡയറീസ് എന്ന്. രണ്ടായാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മുടെ ചാനൽ കാണാൻ പറ്റും. ഒരു ലോഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.